കുടുംബത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാർട്ടിയെ ഫാസിസ്റ്റുകൾക്ക് അടിയറ വെച്ച നേതാവാണ് പിണറായി വിജയനെന്ന് കെ.എം. ഷാജി. പാനൂർ കരിയാട് മേഖല മുസ്ലിം ലീഗ് സമ്മേളനവും എൻ.എ. മമ്മുഹാജി അനുസ്മരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയും വർഗീയതയും സമന്വയിപ്പിച്ചുകൊണ്ട് സംഘികളുമായി ഐക്യപ്പെട്ട് പാർട്ടി താൽപര്യങ്ങൾ ബലികൊടുത്ത കേരള മുഖ്യമന്ത്രിയെ കേരളീയ സമൂഹവും CPM പ്രവർത്തകരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവുമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന് സാധിക്കലി തങ്ങളെ അധിക്ഷേപിക്കാൻ അർഹതയില്ല. കേരളത്തിലെ മുഴുവൻ പിന്തിരിപ്പന്മാരെയും കൂട്ടുപിടിച്ച പാർട്ടി CPM ആണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിച്ച പാർട്ടി മുസ്ലിം ലീഗാണ്. ഫാസിസ്റ്റുകൾ രാജ്യത്തിന്റെ മൗലികത തകർക്കുന്ന ഘട്ടത്തിൽ CPM നേതാക്കളും ഫാസിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ വികാരമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. ജനങ്ങൾ നൽകിയ ഭരണ തുടർച്ച എന്തും ചെയ്യാനുള്ള അധികാരമായാണ് CPM സർക്കാരും കാണുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം ഇവരുടെ കണ്ണു തുറപ്പിക്കും. ഏറ്റവും അടുത്ത സന്നദ്ധ സഹചാരികളെ പാർട്ടിയുടെ ഭൂമിക സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നു. അത് EP ജയരാജനായിരുന്നാലും, അത് MP ജയരാജനായിരുന്നാലും, അത് മോഹനന്മാർക്കായിരുന്നാലും, അത് എളമരം കരിമായിരുന്നാലും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിണറായി വിജയൻ സിംബന്ധികളുടെ ഒരു നില കൊണ്ടുവരികയും വികസനെ തറപറ്റിക്കുകയും ചെയ്യും. രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് സഖാവ് പിണറായി വിജയൻ എക്സ്പീരിയൻസ് എന്താണ്? അദ്ദേഹം മുൻ വിദ്യുത് ശക്തി മന്ത്രിയാണ്. കേരളത്തിലെ വിദ്യുത് ശക്തി മന്ത്രി എന്ന നിലക്ക് ഇന്ത്യക്കാർക്ക് പിണറായി വിജയൻ അറിയാം. എങ്ങനെയാണ് അറിയുക? അദ്ദേഹം ഒരു മികച്ച വിദ്യുത് ശക്തി മന്ത്രി എന്ന നിലക്കാണോ ഒരു നല്ല മികച്ച വിദ്യുത് ശക്തി മന്ത്രി? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ വൈദ്യുതിയുടെ നിരക്ക് കുറച്ചെന്ന് അറിയും. അദ്ദേഹത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കേരളം വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിച്ച ഒരു സ്റ്റേറ്റ് എന്ന നിലക്ക് അറിയുമോ? ഇല്ല. ഈ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിദ്യുത് ശക്തി മന്ത്രിയായി എന്ന നിലക്ക് കേരളം അറിയുന്ന ഒരേ ഒരു കാരണം ലാവ്ലിൻ കേസിൽ ആയിരക്കണക്കിന് കോടി രൂപ അമുക്കിക്കളഞ്ഞു എന്നതിന്റെ പേരിലാണ്. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PS സലാം അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്ങണ്ടി അബ്ദുള്ളയും വിശിഷ്ടാതിഥികൾക്ക് സംഘാടക സമിതി ചെയർമാൻ VV അഷ്റഫും ഉപഹാരം നൽകി. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ V നാസർ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, മണ്ഡലം ഭാരവാഹികളായ NA മുഹമ്മദ് റഫീഖ്, T മഹറൂഫ്, MC അൻവർ, V ഫൈസൽ, TK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, TK ഹമീദ് മാസ്റ്റർ, ഹമീദ് പൊറ്റേരി, സുഹൈൽ മേക്കുന്ന, നഗരസഭാ കൗൺസിലർമാരായ ബഷീർ ആവോലം, NA കരീം, അൻവർ കക്കാട്ട് എന്നിവർ സംസാരിച്ചു. മേഖലാ ചെയർമാൻ PK അബൂബക്കർ ഹാജി പതാക ഉയർത്തി. ഗഫൂർ കുറ്റ്യാടി സംവിധാനം ചെയ്ത NAM അനുസ്മരണ ഗാനത്തിന്റെ CD NA അബൂബക്കർ മാസ്റ്റർ പുറത്തിറക്കി. മേഖലാ കൺവീനർ TK ഹാരിസ് സ്വാഗതവും V സമീർ നന്ദിയും പറഞ്ഞു. നേരത്തെ നടന്ന വനിതാ സംഗമം അഫ്ഷീല ഷക്കീഫ് ഉദ്ഘാടനം ചെയ്തു. MTK സുലൈഖ അധ്യക്ഷത വഹിച്ചു. സാബിറ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കീൽ, KV റംല, നസീമ ചാമൊളിയിൽ, റുക്സാന ഇക്ബാൽ, KC ഹസീന, ജസ്മിന ദാവൂദ്, നൌഷത്ത് കൂടത്തിൽ, ഹഫ്സത്ത് സലീം സ്വാഗതവും സക്കീന നന്ദിയും പറഞ്ഞു.